protection in file system. So this is a topic from module 5. ഇതിൽ മെയിനായിട്ട് ഇറ്റ് ഈസ് അബൌട്ട് ആക്സസ് മെട്രിക്സ്. എല്ലാ പ്രാവശ്യവും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആക്ച്വലി ഹൗ ഫയൽസ് ആൻഡ് അതർ തിങ്സ് ആർ പ്രൊട്ടക്റ്റഡ് ഇൻ ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സോ ഇതിൽ ഗോൾസ് ഓഫ് പ്രൊട്ടക്ഷൻ, വൈ വി ആർ പ്രൊട്ടക്റ്റിംഗ് ഫയൽസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വരുന്ന ആക്സസ് മെട്രിക്സ്. അതാണ് ഞാൻ ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യണത്. സോ ഫോർ ദാറ്റ് ഫസ്റ്റ് വി ഹാവ് ടു എക്സ്പ്ലെയിൻ വാട്ട് ഈസ് ഡൊമെയിൻ ഓഫ് പ്രൊട്ടക്ഷൻ. സോ ഡൊമെയിൻ ഓഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കമ്പ്യൂട്ടർ സിസ്റ്റമിനെ പ്രോസസ്സ് ആൻഡ് ഒബ്ജക്ട്സിൻ്റെ കളക്ഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അത് ഹാർഡ്വെയർ ഒബ്ജക്ട്സ് ആവാം, സോഫ്റ്റ്വെയർ ഒബ്ജക്ട്സ് ആയിരിക്കാം. അപ്പോൾ ഈ ഒബ്ജക്ട്സിലേക്കുള്ള ആക്സസ് അതാണ് നമ്മൾ കൺട്രോൾ ചെയ്യണത്. അപ്പോൾ ഈ ഡൊമെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക ആസ് എൻ ഓർഡേർഡ് പെയർ, ഒബ്ജക്റ്റ് നെയിമും റൈറ്റ് സെറ്റും. അതായത് ഈ ഡൊമെയിൻ അതിൽ നമ്മൾ പറയുക എന്തൊക്കെ ആക്സസ് റൈറ്റ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ള D1 എന്ന് പറയുന്ന ഒരു ഡൊമെയിൻ, അതിൽ 3 ഒബ്ജക്ട്സ് ഉണ്ട്, O1, O2, O3. സോ O1ന് റീഡ് റൈറ്റ് പെർമിഷൻ ഉണ്ട്, അതേപോലെ O3ക്കും ഉണ്ട്. O2ന് എക്സിക്യൂട്ട് പെർമിഷനാണ് ഉള്ളത്. അങ്ങനെ D2 എന്ന് പറയുന്ന ഡൊമെയിൻ, D3 എന്ന് പറയുന്ന ഡൊമെയിൻ. അപ്പോൾ ഇതിനകത്ത് O4 എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കോമൺ ആണ്, വിച്ച് ഈസ് ഹാവിങ് എ പ്രിൻറ്റ് പെർമിഷൻ. സോ ദിസ് ഈസ് ഹൗ വി റെപ്രസെൻറ്റ് ഡൊമെയിൻ. പിന്നെ ഇതിനകത്ത് വരുന്ന ആക്സസ് മെട്രിക്സ്, ഇതാണ് ഇതിലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ ദിസ് ഈസ് എ ജനറൽ മോഡൽ ഓഫ് പ്രൊട്ടക്ഷൻ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ആക്സസ് റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് അതിനൊക്കെ നമ്മളൊരു മെട്രിക്സ് ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാണ് ആക്സസ് മെട്രിക്സിൽ. സോ ഇതിൽ റോ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡൊമെയിനെയും കോളം റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒബ്ജക്ട്സിനെ ആയിരിക്കും. ഇതിൽ ഇപ്പോൾ ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ആക്സസ് മെട്രിക്സ്. സോ ഇവിടെ നോക്കുക, ഇവിടെ ഡൊമെയിൻ, ഇതാണ് ഡൊമെയിൻ തന്നിരിക്കുന്നത്, ഇതാണ് ഫയൽസ് അല്ലെങ്കിൽ വേറെ ഒബ്ജക്ട്സ് തന്നിരിക്കുന്നത്. സോ പ്രിൻ്റർ ഇസ് ഓൾസോ ആൻ ഒബ്ജക്റ്റ്, ഫയൽസും ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇതിനകത്ത് 4 ഡൊമെയിൻസും 4 ഒബ്ജക്ട്സും ആണുള്ളത്. അപ്പോൾ ഈ ഡൊമെയിനിൽ ഏതൊക്കെ ഒബ്ജക്ട്സിന് എന്തൊക്കെ ആക്സസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ്, D1 എന്ന് പറയുന്ന ഡൊമെയിനിൽ F1ന് റീഡ് ചെയ്യാൻ പറ്റും, F3ക്ക് റീഡ് ചെയ്യാൻ പറ്റും. അതേപോലെ D2ൽ പ്രിൻ്ററിന് പെർമിഷൻ ഉണ്ട്, പ്രിൻ്റർ യൂസേജിന് പെർമിഷൻ ഉണ്ട്. D3ൽ റീഡ് ആൻഡ് എക്സിക്യൂട്ട് പെർമിഷനാണുള്ളത്, F2ന് റീഡ് പെർമിഷനും F3ക്ക് എക്സിക്യൂട്ട് പെർമിഷനും. അതേപോലെ D4ൽ റീഡ് റൈറ്റ് പെർമിഷൻ ഉണ്ട്, F1ന് റീഡ് റൈറ്റ് പെർമിഷൻ ഉണ്ട്, F3ക്ക്. ഓക്കെ, സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ആക്സസ് മെട്രിക്സ്. ആൻഡ് ഇതിൽ പിന്നെ വേറൊരു കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, പ്രോസസ്സസ് ഷുഡ് ബി ഏബിൾ ടു സ്വിച്ച് ഫ്രം വൺ ഡൊമെയിൻ ടു അനദർ. സോ ഒരു ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ നമുക്ക് ആക്സസ് റൈറ്റ്സ് ഉണ്ട് അതിനെയാണ് നമ്മളൊരു ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോസസ്സിന് ഒരു ഡൊമെയിനിൽ നിന്ന് വേറൊരു ഡൊമെയിനിലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ സ്വിച്ചിങ് കൂടി നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ റീഡ് റൈറ്റ് അതൊക്കെ കൊടുത്തല്ലോ, അതേപോലെ നമുക്ക് ഈ ഒബ്ജക്ട്സിൽ ആദ്യം ഈ 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒബ്ജക്ട്സിൽ നമുക്ക് എന്തും കൂടി കൊടുക്കാം, ഡൊമെയിൻസും കൂടി കൊടുത്തു വയ്ക്കാൻ പറ്റും. സോ ദാറ്റ് വി ക്യാൻ റെപ്രസെൻറ്റ് ദി സ്വിച്ചിങ് ബിറ്റ്വീൻ ഡൊമെയിൻസ്. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് D1 എന്ന് പറയുന്ന ഡൊമെയിൻ D2ലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, D2 എന്ന് പറയുന്ന ഡൊമെയിനിന് D3ലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും, D4ലേക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ ദിസ് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് ആൻ ആക്സസ് മെട്രിക്സ്. ഓക്കെ, സ്വിച്ച്. ഇനി നെക്സ്റ്റ്, ഇത് ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്സസ് മെട്രിക്സ് 3 അഡീഷൻ. ഓക്കെ, 3 ഓപ്പറേഷൻസ് ആണ് നമുക്ക് ആക്സസ് മെട്രിക്സിൽ ചെയ്യാനായിട്ട് പറ്റും: കോപ്പി, ഓണർ, കൺട്രോൾ. ഓക്കെ, സോ ഇതിലത്തെ ഓരോന്നും എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. സോ ആക്സസ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് ഓപ്പറേഷൻ ഇസ് കോപ്പി. സോ കോപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബിലിറ്റി ടു കോപ്പി ആൻഡ് ആക്സസ് റൈറ്റ് ഫ്രം വൺ ഡൊമെയിൻ ടു അനദർ. ഒരു ഡൊമെയിനിൽ നിന്ന് വേറൊരു ഡൊമെയിനിലേക്ക് നമുക്ക് ആക്സസ് റൈറ്റിനെ കോപ്പി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, അതായത് D2 എന്ന് പറയുന്ന ഡൊമെയിനിൽ F2ന് റീഡ് പെർമിഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റാർ ഇട്ടതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ അതിന് കോപ്പി റൈറ്റ് ഉണ്ട് എന്നാണ്. അതായത് D2 എന്ന് പറയുന്ന ഡൊമെയിനിന് ഈ റീഡ് പെർമിഷൻ D1ലേക്കോ D3ലേക്കോ കോപ്പി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ റീഡ് സ്റ്റാർ ആണെങ്കിൽ റീഡാണ് കോപ്പി ആവുക, അല്ലാണ്ട് ആ D3ലേക്ക് കോപ്പി ചെയ്യുമ്പോൾ അയാൾക്കും കോപ്പി പെർമിഷൻ കൊടുക്കാൻ പറ്റില്ല. സോ ഇവിടേക്ക് നമ്മൾ കൊടുക്കുന്നത് എന്താ, റീഡ് പെർമിഷൻ ആയിരിക്കും കൊടുക്കുക. ഇവിടെ റീഡ് സ്റ്റാർ ഉണ്ടെങ്കിൽ ഇയാൾക്ക് ഇവിടേക്ക് റീഡ് പെർമിഷൻ കൊടുക്കാനായിട്ട് പറ്റും. ഇനി F3ൽ നോക്കിയാൽ റൈറ്റ് സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഈ റൈറ്റിനെ
നമുക്ക് വേണമെങ്കിൽ D2ലേക്ക് കൊടുക്കാം, അതേപോലെ D3ലേക്ക് കൊടുക്കാം. നമ്മൾ ഒരിക്കലും റൈറ്റ് സ്റ്റാർ അല്ല കൊടുക്കുന്നത്, റൈറ്റ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, റൈറ്റ് സ്റ്റാർ അല്ലെങ്കിൽ റീഡ് സ്റ്റാർ അല്ലെങ്കിൽ എക്സിക്യൂട്ട് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീനിങ് എന്താ, കോപ്പി റൈറ്റ് ഉണ്ട് അയാൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ റൈറ്റ് അല്ല കൊടുക്കുന്നത്, എന്ത് പെർമിഷൻ ആണോ അത് നമുക്ക് കോപ്പി ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. സോ ദിസ് ഈസ് അബൌട്ട് കോപ്പി ഓപ്പറേഷൻ. ആൻഡ് ഇതതിൻ്റെ കുറച്ച് മാത്തമാറ്റിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ ആണ്, മുന്നേ കണ്ട സ്ലൈഡ്. ആൻഡ് നെക്സ്റ്റ് ഓപ്പറേഷൻ ആണ് ഓണർ എന്ന് പറയുന്നത്. സോ ഓണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിമൂവൽ ഓഫ് റൈറ്റ്സും അഡീഷൻ ഓഫ് ന്യൂ റൈറ്റ്സും ഓണർക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് T1 എന്ന് പറഞ്ഞ ഡൊമെയിനിൽ F1 എന്ന് പറയുന്ന ഫയൽ അത് ഓണറാണ്. ഓക്കെ, സോ ഓണർ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫയൽ വേറെ എവിടെയൊക്കെ ഏതൊക്കെ ഡൊമെയിൻസിൽ ഉപയോഗിക്കുന്നുണ്ടോ അതിൻ്റെ റൈറ്റ്സിനെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ F1ൻ്റെ ഓണർ D1 ആയതുകൊണ്ട് ഇയാൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു എക്സിക്യൂട്ട് പെർമിഷൻ ഉണ്ടായിരുന്നു D3ക്ക്, അത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാൻ പറ്റും. ബിക്കോസ് എന്താ, D1ൽ F1 ഓണർ വരുന്നത് D1 എന്ന് പറയുന്ന ഡൊമെയിനിലാണ്. ഓക്കെ, സോ ഇതാണ് അഡീഷൻ ആൻഡ് റിമൂവൽ ഓഫ് സം റൈറ്റ്സ്. അപ്പോൾ ഇനി ഇവിടെ F2ൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ D2ൽ F2ൻ്റെ ഓണറാണ്. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ഇവിടെ കണ്ടോ, പുതിയതായിട്ട് ആഡ് ചെയ്തു. എന്താ ആഡ് ചെയ്തത്, റൈറ്റ് സ്റ്റാർ പെർമിഷൻ ആഡ് ചെയ്തു, അതേപോലെ റൈറ്റ് പെർമിഷനും ആഡ് ചെയ്തു. അതാണ് ഓണർ എന്ന് പറയുന്ന ഓപ്പറേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് കൺട്രോൾ. കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൊമെയിൻ ഒബ്ജക്ട്സിൽ മാത്രമാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സോ കൺട്രോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ allow a process to change the entries in a column. സോ നമ്മൾ കോളം വൈസുള്ള എൻട്രീസിനെ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും, അതായത് കൺട്രോൾ റൈറ്റ്. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ D2 D4ലേക്ക് സ്വിച്ച് ചെയ്യാം എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് റൈറ്റും കൂടി കൊടുക്കാൻ പറ്റും, കൺട്രോൾ റൈറ്റും കൂടി കൊടുക്കാൻ പറ്റും. അപ്പോൾ then a process executing in domain DI can remove any access right from row J. അപ്പോൾ ഇതിന് ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏത് ഓപ്പറേഷൻ വേണമെങ്കിലും അതിന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ദിസ് ഈസ് കൺട്രോൾ. അപ്പോൾ ഇതിൻ്റെ മീനിങ് ആണ്, ഇതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ഇവിടെ കണ്ടോ, ഓക്കെ, ഇവിടെ നമ്മളൊരു കൺട്രോൾ പെർമിഷൻ കൊടുക്കുകയാണ്. സോ ഇവിടെ കൺട്രോൾ പെർമിഷൻ കൊടുക്കുമ്പോൾ ഈ റോയിലുള്ള ഏത് അതർ പെർമിഷൻസിന് വേണമെങ്കിൽ അതിന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് ആക്സസ് മെട്രിക്സിൽ വരുന്ന 3 ഓപ്പറേഷൻസ്.